പുതിയ വർക്കാണ്. അപ്പം ഇത്രയും നാൾ ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൻ്റെ സ്കെച്ചും പരിപാടികളെല്ലാം ആദ്യം വരച്ചു. അപ്പം ഇത്തവണ ക്ലേ കൊണ്ട് നൂല് പോലെ ഉണ്ടാക്കിയിട്ട് നൂല് വെച്ച് ഡിസൈൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ നേരത്തെ ചെയ്ത വർക്കുകളെല്ലാം കുറച്ചുകൂടി റിലീഫ് വർക്കായിട്ട് അതിൻ്റെ മേളിൽ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡിസൈൻസ് ഉണ്ടാക്കി അത് മോൾഡ് ചെയ്തെടുക്കുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഓർത്ത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് നൂല് പോലെ ആക്കിയിട്ട് നൂല് കൊണ്ട് ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ ടോപ്പിലെ വർക്ക് മോൾഡ് ചെയ്ത് തന്നെയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അടിയിലെ വർക്കുകൾ നൂല് വെച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്ന് ഓർത്തിട്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ പോട്ടുകളാണെങ്കിലും ഭയങ്കര വെയിറ്റൊന്നും കൊടുക്കാതെയാണ് ഇത്തവണ ചെയ്തിരുന്നത്. കാരണം ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഭയങ്കര വെയിറ്റ് കൂടുതലായെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്തവണ കുറച്ച് മിറർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. നോർമലി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റൈലിനെ ശരിക്കും ലിപ്പിൻ ആർട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ പൊതുവെ ആരും അത് ഒത്തിരി ചെയ്യാറുണ്ടില്ല. അത് ഉദ്ദേശിക്കുന്ന ഈ മണ്ണ് നമ്മൾ കുഴച്ചിട്ട് നൂല് പോലെയാക്കി നൂല് കൊണ്ട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ പുറമെ ഗ്ലാസ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് ലിപ്പിൻ ആർട്ട് പറയുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെ എൻ്റെ പിൻട്രസ്റ്റ് ലിസ്റ്റിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇത്തവണ ഓർത്ത് വന്ന ഒരു കാര്യം ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനതെല്ലാം ഈ ഗ്ലാസ് എല്ലാം ഒട്ടിച്ച് ക്ലേ എല്ലാം ഒട്ടിച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു കോട്ട് പെയിൻറ്റ് അടിക്കുകയോ ചെയ്ത് വാർണിഷ് ആദ്യം അടിക്കുകയോ ചെയ്ത്, കാരണം അതിന് പൂപ്പലും കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി അതും വാർണിഷ് അടിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഈ പെയിൻറ്റ് മുഴുവൻ ചുരണ്ടി ഗ്ലാസ്സിലെ പെയിൻറ്റ് മുഴുവൻ ചുരണ്ടി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വൈറ്റ് കോട്ട് പെയിൻറ്റ് പിന്നെ അടിച്ചു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് കളർ അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെയർ വൈറ്റ് അടിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു 2 ദിവസം വെച്ച് അത് ഡ്രൈ ആയി. അത് കഴിഞ്ഞ് ഞാനത് ഇവിടെ പാലക്കാട് തന്നെ ഒരു ഫ്രെയിം ചെയ്യുന്ന കടയിൽ കൊടുത്തു ഫ്രെയിം ചെയ്തു. അപ്പം നോർമലി ഞാൻ നേരത്തെ ചെയ്ത വർക്കിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി പാടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ വർക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.